സ്വാഗതം. വീട്ടിലെ LPG സിലിണ്ടറിൽ എത്ര ഗ്യാസ് ഉണ്ടെന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും പ്രധാന പാചക സ്രോതസ്സ് LPG സിലിണ്ടറുകളാണ്. എല്ലാ വീടുകളിലും LPG സിലിണ്ടറുകൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്നീ പദ്ധതിയും ആവിഷ്കരിച്ചു കഴിഞ്ഞു. സബ്സിഡി നിരക്കിൽ ഒരു വർഷം 12 സിലിണ്ടറുകൾ, അതായത് ഒരു മാസം ഒരു സിലിണ്ടർ എന്ന നിരക്കിലാണ് സർക്കാർ ലഭ്യമാക്കുന്നത്. ആഗോള വിപണികളിലെ എണ്ണവില വർധന LPG സിലിണ്ടർ വിലയെ ഏത് നിമിഷവും ബാധിക്കാം. LPG സിലിണ്ടറുകൾ കനത്ത സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾക്കുമേൽ നിർമ്മിക്കപ്പെട്ടവയാണ്. അതിനാൽ തന്നെ അതിനുള്ളിൽ എത്ര ഗ്യാസ് അവശേഷിക്കുന്നുവെന്ന് കണ്ടെത്തുക അസാധ്യവുമാണ്. പലപ്പോഴും ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ മാത്രമാകും അക്കാര്യം ഉപഭോക്താക്കൾ അറിയുക. സിലിണ്ടർ ബുക്ക് ചെയ്ത് അവ വീട്ടിൽ എത്തുന്നതുവരെ കാത്തിരിക്കുക എന്നത് ഇന്ന് പലർക്കും ചിന്തിക്കാൻ കൂടി കഴിയുകയില്ല. ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ ഇന്ന് ഗ്യാസ് ഇല്ലാതെ പറ്റാത്ത ആളുകളുമുണ്ട്. നിങ്ങളുടെ LPG സിലിണ്ടറിൽ എത്ര വാതകം ഉണ്ട് എന്ന് പരിശോധിക്കാൻ പല കുറുക്കു വഴികളുമുണ്ട്. ഇവ നിങ്ങൾ മുൻകരുതലുകൾ എടുക്കാൻ സഹായിക്കും. ആദ്യത്തെ വഴി വളരെ എളുപ്പമാണ്. ഇതിനായി നിങ്ങൾക്ക് ഒരു നനഞ്ഞ തുണി മാത്രമാണ് ആവശ്യമുള്ളത്. സിലിണ്ടറിന് ചുറ്റും നനഞ്ഞ തുണി ചുറ്റി ഏകദേശം 5 മിനിറ്റ് വയ്ക്കുക. നിങ്ങൾ തുണി നീക്കം ചെയ്യുമ്പോൾ ഈർപ്പം നിലനിൽക്കുന്നത് എവിടെയാണോ അവിടം വരെ ഗ്യാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അടുത്തതായി തീജ്വാലയുടെ നിറമാണ്. ശക്തമായ നീല ജ്വാലയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സിലിണ്ടറിൽ ധാരാളം ഗ്യാസ് അവശേഷിക്കുന്നുവെന്നതിനെ സൂചിപ്പിക്കുന്നു. അതേസമയം നിറം മാറ്റമോ, അതായത് മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് പോലുള്ള നിറങ്ങൾ ദുർബലമോ ആയ തീജ്വാല കാണുന്നു എങ്കിൽ നിങ്ങളുടെ LPG സിലിണ്ടറിലെ ഗ്യാസ് തീരാറായി എന്ന് സൂചിപ്പിക്കുന്നു. ഭാരം കൊണ്ടും ഗ്യാസിൻ്റെ അളവ് ഏറെക്കുറെ മനസ്സിലാക്കാം. ഭാരമേറിയ സിലിണ്ടറുകളിൽ സാധാരണയായി കൂടുതൽ വാതകം ഉണ്ടെന്നാണ് അർത്ഥം. ഭാരക്കുറവ് സിലിണ്ടർ പൂർണ്ണതയിലേക്ക് എത്തുന്നുവെന്നതിനെ സൂചിപ്പിക്കുന്നു. സിലിണ്ടറിന് നേരിയ അനക്കം അല്ലെങ്കിൽ കുലുക്കം ഉണ്ടെങ്കിലും ഗ്യാസ് തീരാറായി എന്നാണ് അർത്ഥം. അതേസമയം എന്തെങ്കിലും അസാധാരണമായ ശബ്ദങ്ങൾ അല്ലെങ്കിൽ വാതക ചോർച്ച സംശയിക്കുന്നുവെങ്കിൽ ഉടൻ ഗ്യാസ് ഏജൻസിയെ അറിയിക്കേണ്ടതാണ്. ഗ്യാസ് ചോർച്ച പരിശോധിക്കുന്നതിന് കുറച്ച് സോപ്പ് വെള്ളത്തിൽ കലർത്തി റെഗുലേറ്ററിൽ പുരട്ടാവുന്നതാണ്. കുമിളകൾ രൂപപ്പെടുന്നുവെങ്കിൽ ചോർച്ച ഉണ്ടെന്നർത്ഥം. ഈ സാഹചര്യത്തിൽ റെഗുലേറ്റർ ക്ലോസ് ചെയ്യുകയും ഉടൻ ഗ്യാസ് ഏജൻസിയെ ബന്ധപ്പെടുകയും ചെയ്യേണ്ടതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.